സാറേ പെങ്കൊച്ചാണ്. ഒരു 25 വയസ്സ് പ്രായം വരും. ബോഡി ഫുൾ നേക്കിഡാണ്. ഒറ്റ നോട്ടത്തിൽ റേപ്പ് ആൻഡ് മർഡർ ആണെന്നാണ് തോന്നുന്നത്. ബോഡി കിട്ടിയിരിക്കുന്നത് ഇവിടുത്തെ പുഴയ്ക്കരികിലെ ആ പഴയ വാട്ടർ ടാങ്കിൻ്റെ പിന്നിൽ നിന്നാണ്. SI അനീഷിൻ്റെ വിവരണം കേട്ട് അല്പസമയം മൗനമായി CI സാദിഖ്. അനീഷ്, സംഗതി സീരിയസ് ആണ്. മീഡിയാസ് വാർത്തയാക്കിയിട്ടുണ്ട്. നടപടികൾ വേഗത്തിൽ തീർക്കണം. ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. താൻ ബാക്കി കാര്യങ്ങൾ ഏർപ്പാടാക്ക്. ഫോറൻസിക് ടീം വരും ഇപ്പോൾ. ശരി സാർ. നിർദ്ദേശം കിട്ടിയ പാടെ കോൾ കട്ട് ചെയ്തു അനീഷ്. തലവേദനയായി ഇല്ലേ സാറേ? ഈ നാട്ടിൻ പുറത്തൊക്കെ ഇങ്ങനെ റേപ്പ് ആൻഡ് മർഡർ എന്നൊക്കെ കേൾക്കുമ്പോൾ ആകെ ഒരു ഞെട്ടൽ തന്നെ. ജീപ്പ് ഡ്രൈവറുടെ വാക്കുകൾ കേട്ട് അസ്വസ്ഥനായിരുന്നു സാദിഖ്. സംഭവസ്ഥലത്ത് മീഡിയാസ് ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന തിരക്കിലായിരുന്നു. ഇപ്പോൾ കിട്ടിയ ഞെട്ടിക്കുന്ന ഒരു വാർത്തയിലേക്ക്. കിളില്ലൂരിൽ ഇന്ന് പകൽ ഒരു പെൺകുട്ടിയുടെ ബോഡി കണ്ടെത്തിയിരിക്കുന്നു. കിളില്ലൂർ പുഴയോടടുത്ത് പ്രവർത്തനരഹിതമായ പഴയ വാട്ടർ ടാങ്കിന്റെ പിൻവശത്ത് കുഴിച്ചിട്ടിരുന്ന ബോഡി നായ്ക്കൾ മാന്തിയെടുത്ത നിലയിലാണ് കണ്ടെത്തിയത്. കന്നുകാലികളെ മേയ്ക്കാനെത്തിയ സമീപവാസികളാണ് ബോഡി കണ്ട് പോലീസിന് വിവരം അറിയിച്ചത്. രാവിലെ തന്നെ ആ വാർത്ത വൈറലായി. ഗ്രാമപ്രദേശമായതിനാൽ തന്നെ വിവരം അറിഞ്ഞറിഞ്ഞ് വൻ ജനക്കൂട്ടം തന്നെ അവിടെ തടിച്ചുകൂടിയിരുന്നു. സാദിഖ് അവിടെ എത്തുമ്പോൾ ഫോറൻസിക് ടീം പരിശോധന പൂർത്തിയാക്കി. കുഴപ്പമാണ് സാർ, തെളിവുകളൊന്നുമില്ല. ബോഡിക്ക് വലിയ പഴക്കമില്ല. മാക്സിമം 2 ദിവസം. പിന്നെ മണ്ണിലൊക്കെ കുഴിച്ചിട്ട നിലയിലായതിനാൽ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും കിട്ടിയില്ല. എന്നാലും സംഭവം റേപ്പ് ആൻഡ് മർഡർ ആണ്. നടന്നത് ഇവിടെ വെച്ചാകാൻ സാധ്യതയില്ല. കൊന്ന ശേഷം ഇവിടെ കൊണ്ട് മറവ് ചെയ്തതാകാം. പിന്നെ ബോഡിയിൽ ചെറിയ മുറിവുകളൊക്കെയുണ്ട്. അതൊരു പക്ഷേ റേപ്പ് ചെയ്തപ്പോൾ ഉള്ളതാകാം. ഒക്കെയും കേട്ട് മൗനമായി നിന്നു സാദിഖ്. എന്നാലും ഈ നായ്ക്കൾ കുഴിമാന്തി എടുത്തു എന്നൊക്കെ പറയുന്നത് അത്ര വിശ്വാസയോഗ്യമായി തോന്നുന്നില്ല. നിങ്ങൾക്കെന്ത് തോന്നുന്നു? ആ ചോദ്യത്തിന് ഫോറൻസിക് ടീമിൻ്റെ പക്കൽ കൃത്യമായ മറുപടി ഉണ്ടായിരുന്നു. ഇത് കൊലയാളികൾക്ക് പറ്റിയ ഒരു അബദ്ധമായി വേണേൽ കണക്കാക്കാം. പരിസരത്തു നിന്നും വിദേശ സ്കോച്ചിൻ്റെ ഒരു ബോട്ടിൽ കണ്ടു. ഈ നാട്ടിൻപുറത്ത് അധികമാരും ഉപയോഗിക്കാൻ വഴിയില്ല. അതായത് കൊലയാളികൾ മദ്യലഹരിയിലായിരിക്കണം ബോഡി ഇവിടെ മറവ് ചെയ്തിട്ടുള്ളത്. കുഴിയെടുത്തതിൻ്റെ ആഴം കുറഞ്ഞു പോയിരിക്കാം. മണം പിടിച്ചെത്തിയ നായ്ക്കൾ ആ കുഴി മാന്തിയിട്ടുണ്ടാകാം. പിന്നെ ഇത്തരം കാര്യങ്ങളിൽ പരിചയമുള്ളവൻ അല്ലെങ്കിൽ ഉള്ളവരായിരിക്കണം. അതായത് ഒരു മരണമൊക്കെ സംഭവിച്ചാൽ പെട്ടെന്ന് പാനിക്കാകാതെ അത് ഡീൽ ചെയ്യാൻ എക്സ്പീരിയൻസ് ഉള്ളവരാകാം. ആ വിശദീകരണത്തിൽ തൃപ്തനായി സാദിഖ്. അപ്പോഴേക്കും അനീഷ് ഓടി അവനരികിലെത്തി. സാറേ, ഈ പെങ്കുച്ച് ഇവിടെ അടുത്തുള്ളതാ. പേര് ആരതി. ജോലി എറണാകുളത്താണ്. അവിടെ ഒരു ഹോസ്റ്റലിൽ സ്റ്റേ ആണ്. വല്ലപ്പോഴുമൊക്കെ നാട്ടിൽ വന്ന് പോകാറുണ്ട്. 2 ദിവസമായി എറണാകുളത്ത് നിന്നും മിസ്സിംഗ് ആണ്. നോർത്ത് സ്റ്റേഷനിൽ പരാതിപ്പെട്ടിരുന്നു എന്നാണ് പേരൻസ് പറയുന്നത്. അവൻ പറഞ്ഞു നിർത്തവേ സാദിഖ് നെറ്റി ചുളിച്ചു. കാരണം മൃതദേഹം കണ്ടെടുത്ത ഭാഗത്ത് അപ്പോൾ ഒരു ചെറിയ ബഹളം കേട്ടിരുന്നു. എന്താ അനീഷ് അവിടെ ബഹളം? സാറേ, അത് പറയാനാണ് ഞാനിപ്പോൾ ഓടി വന്നേ. ഇവളെ കെട്ടണമെന്ന് പറഞ്ഞ് പിന്നാലെ നടന്ന് ശല്യം ചെയ്തൊരു പയ്യനുണ്ട്. അറിഞ്ഞിടത്തോളം ആളല്പം പിശക്കാണ്. അവനിപ്പോൾ ഏത് ടൂറ് പോയേക്കുവാണെന്നൊക്കെ കേൾക്കുന്നു. അവനാണ് പ്രതി, ഉടനെ അറസ്റ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് നാട്ടുകാരൊരു വിഭാഗം അല്പ സീനാക്കി തുടങ്ങി. ആ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രമോദും അവർക്ക് മുന്നിലുണ്ട്. ആ പറഞ്ഞത് കേട്ട് പല്ലുറുമി സാദിഖ്. ബോഡി അവിടെ ഇട്ടിട്ട് അതിൻ്റെ മുന്നിൽ കിടന്ന് തന്നെ ഇവന്മാർക്ക് ഷോ കാണിക്കണമല്ലേ? ആമർഷത്തോടെ അവൻ അവിടേക്ക് നടന്നു. പിന്നാലെ അനീഷും. മേൽ പറഞ്ഞതുപോലെ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രമോദിന്റെ നേതൃത്വത്തിൽ ചുറ്റും കൂടിയവർ പോലീസുകാരുമായി കയർത്തു നിൽക്കുകയായിരുന്നു. ഇപ്പോൾ സാദിഖിനെ കണ്ട പാടെ അവർ അവന് നേരെ തിരിഞ്ഞു. സാറേ, ഇതവനാ, ആ കള്ളൻ ചെക്കൻ. കുറെ നാളായി ഈ കൊച്ചിന്റെ പിന്നാലെയാണ്. എന്നിട്ടിപ്പോൾ അവൻ മുങ്ങിയേക്കുവാ. അവൻ ടൂറിലൊന്നും ആകില്ല, മനഃപൂർവ്വം മാറി നിൽക്കുന്നതാകും. പ്രമോദ് മുന്നിലേക്കെത്തി പറയുമ്പോൾ സിറ്റുവേഷൻ മനസ്സിലാക്കി ഉള്ളിലെ ദേഷ്യം കടിച്ചമർത്തി ശാന്തനായി സാദിഖ്. നോക്ക്, നിങ്ങളിപ്പോൾ പ്രശ്നമുണ്ടാക്കരുത്. നിങ്ങളെ കാണുന്നില്ലേ, ബോഡിക്ക് 2 ദിവസത്തോളം പഴക്കമുണ്ട്. എത്രയും വേഗം പോസ്റ്റ്മോർട്ടത്തിന് അയക്കണം. നിങ്ങൾക്ക് ആരെയെങ്കിലും സംശയമുണ്ടെങ്കിൽ നിയമപ്രകാരം സ്റ്റേഷനിൽ ഒരു പരാതി തരൂ. കൃത്യമായ അന്വേഷണ നടപടിയെടുക്കാം. ഇപ്പോൾ പ്രശ്നം ഉണ്ടാക്കരുത്. അപേക്ഷയുടെ സ്വരത്തിൽ അവൻ പറയുമ്പോൾ എല്ലാവരും പ്രമോദിൻ്റെ മുഖത്തേക്കാണ് നോക്കിയത്. സാറേ, ആ ചെറുക്കൻ കാശുള്ള വീട്ടിലെയാണ്. ഇപ്പോൾ ഞങ്ങൾ അടങ്ങിയാൽ ഉറപ്പായും ഇത് തേഞ്ഞു മാഞ്ഞു പോകും. അതുകൊണ്ട് അവൻ്റെ കാര്യത്തിൽ ആദ്യം ഒരു നടപടി വേണം, എന്നാലേ ഞങ്ങൾ അടങ്ങൂ. പ്രമോദ് സഹകരിക്കുവാൻ തയ്യാറല്ലായിരുന്നു. അതോടെ അവൻ്റെ ഒപ്പം ചേർന്നവരും ആ നിലപാടെടുത്തു. ഇത് പ്രശ്നമാണല്ലോ സാറേ, ഇനിയിപ്പോൾ എന്തു ചെയ്യും? അനീഷിൻ്റെ ചോദ്യം കേട്ട് ഏറെ അസ്വസ്ഥനായി തിരികെ ജീപ്പിനരികിലേക്ക് നടന്നു സാദിഖ്. ആ ജനക്കൂട്ടത്തോട് കയർക്കുന്നത് ഉചിതമല്ല എന്നവൻ മനസ്സിലാക്കിയിരുന്നു. അനീഷിനെയും ഒപ്പം കൂട്ടി. ജീപ്പിനരികിലെത്തി പതിയെ ഒരു സിഗരറ്റ് കത്തിച്ച് ചുണ്ടോട് ചേർത്തൊരു പുകയെടുത്തു. അനീഷേ, നീ നൈസിന് ആ പ്രസിഡന്റിനെ ഇങ്ങോട്ട് വിട്. എന്നിട്ട് ബാക്കി ടീംസിനെ തൽക്കാലം എങ്ങനെയല്ലൊന്ന് പറഞ്ഞൊതുക്ക്. പ്രസിഡന്റിൻ്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം.
കൈമുഷ്ടി ചുരുട്ടിക്കൊണ്ടാണ് സാദിഖ് അത് പറഞ്ഞത്. ശരി സാർ, അത് ഞാൻ സെറ്റാക്കാം. കാഴ്ചയിൽ തന്നെ ഉദ്ദേശം ഏകദേശം മനസ്സിലായതോടെ ആ നിർദ്ദേശപ്രകാരം അനീഷ് നടന്നു. അത് നോക്കി പല്ലിറുമി നിന്നു സാദിഖ്. കുറച്ച് കഴിയവേ പ്രമോദുമായി തിരികെ എത്തിയവൻ. ഒരു പരുങ്ങൽ അപ്പോൾ പ്രമോദിന്റെ മുഖത്ത് പ്രകടമായിരുന്നു. എന്താടോ പ്രസിഡന്റെ അവിടെ ഷോ? അതെങ്ങനെയൊന്ന് എടുത്തോണ്ട് പോകാൻ നോക്കുമ്പോൾ സമ്മതിക്കില്ലേ നിങ്ങള്? അമർഷം കടിച്ചമർത്തി സാദിഖ് ചോദിക്കുമ്പോൾ തല കുമ്പിട്ടു അവൻ. അല്പനേരം അത് നോക്കി നിൽക്കെ പെട്ടെന്ന് സാദിഖിന്റെ മുഖത്തേക്ക് രോക്ഷം ഇരച്ചു കയറി. കലിയടങ്ങാതെ പ്രമോദിന്റെ ഷർട്ടിന്റെ കോളറിൽ കുത്തിപ്പിടിച്ച് വലിച്ച് തനിക്കരികിലേക്ക് അടുപ്പിച്ചു അവൻ. പന്നമൈ താണ്ടി മോനെ, തലയ്ക്ക് വട്ടുപിടിച്ച് നിൽക്കാൻ ഞാൻ. വെറുതെ എൻ്റെ BP കൂട്ടല്ലേ? ആകെ മൊത്തത്തിൽ ഒന്ന് പരിങ്ങിപ്പോയിരുന്നു പ്രമോദ്. ആദ്യം മുട്ട് ഞെട്ടിയെങ്കിലും അനീഷ് വേഗത്തിൽ അവർക്കിടയിലേക്ക് കയറി. സർ പ്ലീസ് പ്രശ്നമാക്കല്ലേ. ഇയാളെ ഉപദ്രവിച്ചാൽ ആ കൂടി നിൽക്കുന്നവർ പ്രശ്നമാക്കും. ബലമായി തന്നെ ആ പിടി വിടുവിച്ചു അവൻ. അതോടെ ശാന്തനായി സാദിഖ്. ഐ ആം സോറി. ഞാൻ പെട്ടെന്ന് ദേഷ്യത്തിൽ. ക്ഷമാപണത്തോടെ പ്രമോദിൻ്റെ ചുമലിലൊന്ന് തട്ടി. ആകെ നടുങ്ങി നിൽക്കുകയായിരുന്നു പ്രമോദും അപ്പോൾ. സാർ, ആ ചെറുക്കൻ പ്രശ്നമാണ് സാർ. കാശുള്ള വീട്ടിലെയാണ്. അവർ കേസ് ഒതുക്കും. അതാ ഞങ്ങൾ. അവൻ്റെ ഒച്ചയിടറി. അനീഷ്, താൻ ആൾക്കാരെ ഒന്ന് സൈലൻ്റാക്ക്. ഇവിടെ പ്രശ്നമില്ല. പ്രമോദിന് ഞാൻ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. സാദിഖിൻ്റെ നിർദ്ദേശം കേട്ട് മനസ്സില്ലാ മനസ്സോടെയാണ് അനീഷ് അവിടെ നിന്നും പോയത്. എന്തായാലും പിന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. സാദിഖുമായി സംസാരിച്ച് തിരികെ എത്തിയ പ്രമോദ് തന്നെ നാട്ടുകാരെ ശാന്തരാക്കി. നോക്ക്, സാർ പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം. ഈ ബോഡിക്ക് ഇപ്പോൾ തന്നെ 2 ദിവസം പഴക്കമുണ്ട്. ഇനിയും ഇങ്ങനെ ഇട്ടേക്കുന്നത് ശരിയല്ല. എത്രയും വേഗം പോസ്റ്റ്മോർട്ടം ചെയ്യണം. നമ്മുടെ പരാതി രേഖാമൂലം എഴുതി സ്റ്റേഷനിൽ ഏൽപ്പിക്കാം. ഇപ്പോൾ ഇവർ പോകട്ടെ. ആ പറഞ്ഞത് കേട്ട് എല്ലാവരും ഒരുപോലെ സമ്മതം മൂളി. അതോടെ പ്രശ്നങ്ങൾ ഒഴിഞ്ഞു. പ്രാഥമിക അന്വേഷണത്തിൽ പ്രത്യേകിച്ച് തെളിവുകളൊന്നും കിട്ടിയില്ല സാദിഖിന്. ചുറ്റുപാടും ആ ഒഴിഞ്ഞ മദ്യക്കുപ്പി അല്ലാതെ സംശയാസ്പദമായി ഒന്നും തന്നെ കണ്ടില്ല. അനീഷ്, ഇവിടെ അടുത്ത് എവിടെയെങ്കിലും CCTV ഉണ്ടോ? ഏതെങ്കിലും വീട്ടിലെങ്കിലും താൻ അന്വേഷിച്ചോ? ആ ചോദ്യം കേട്ട് അനീഷ് അവനരികിലേക്ക് ചെന്നു. സർ, ഇതൊരു ഗ്രാമപ്രദേശമല്ലേ. മെയിൻ റോഡ് കയറി വരുമ്പോൾ ഒരു വീട്ടിലുണ്ട്. പക്ഷെ അത് ഇവിടുന്ന് 2.5 കിലോമീറ്റർ അപ്പുറമാണ്. മാത്രമല്ല, ഈ സ്ഥലത്തേക്ക് വരാൻ മെയിൻ റോഡ് അല്ലാതെ 4 ഇടറോഡുകൾ കൂടിയുണ്ട്. കൊലയാളികൾ ഈ ഗ്രാമത്തിലുള്ളവർ ആണെങ്കിൽ ഉറപ്പായും ക്യാമറയിൽ പെടില്ല. ഇനി ഈ നാടിനെ പരിചയമുള്ള പുറംനാട്ടുകാർ ആണെങ്കിലും ഉറപ്പായും ആ ഇടറോഡുകളിൽ ഏതെങ്കിലും ആകും ഉപയോഗിച്ചിട്ടുണ്ടാകുക. ആ മറുപടിയിൽ സാദിഖിൻ്റെ മുഖത്തേക്ക് നിരാശ പടർന്നു. തിരികെ ജീപ്പിനരികിലേക്ക് തന്നെ പോയി അവൻ. പ്രമോദും നാട്ടുകാരും ആ സമയം കുറച്ച് മാറി തന്നെ നിന്നിരുന്നു. പ്രമോദിൻ്റെ മുഖത്തേക്ക് സാദിഖ് ഒന്ന് തുറച്ചു നോക്കുമ്പോൾ അവൻ നല്ലപോലെ പരുങ്ങുന്നുണ്ടായിരുന്നു. പിന്നെ വൈകിയില്ല. വേഗത്തിൽ തന്നെ ബോഡി ആംബുലൻസിലേക്ക് കയറ്റി. അനീഷ് നേരെ താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് വിട്ടോ. അവിടെ ഡോക്ടർ രതീഷ് ഉണ്ടാകും. വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഞാൻ. ഡോക്ടറിനെ എനിക്ക് പേഴ്സണലി പരിചയമുണ്ട്. പോസ്റ്റ്മോർട്ടം കൈയോടെ ചെയ്യണം. ഒരു തെളിവ് നഷ്ടപ്പെടരുത്. ഈ പെൺകുട്ടിയെ ദ്രോഹിച്ചവർ ആരായാലും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം നമുക്ക്. ആ പറഞ്ഞത് കേൾക്കെ സാദിഖ് രണ്ടും കൽപ്പിച്ചാണെന്ന് മനസ്സിലാക്കിയ അനീഷ് നിമിഷങ്ങൾക്കകം ബോഡിയുമായി ആംബുലൻസ് താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞു. പിന്നാലെ പോലീസുകാരും പതിയെ പതിയെ ജനക്കൂട്ടവും പിരിഞ്ഞു. പ്രമോദിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം ആംബുലൻസിനെ അനുഗമിച്ചു. സാദിഖ് നേരെ പോയത് വീട്ടിലേക്കാണ്. ചെന്നപാടെ പോലീസ് യൂണിഫോം മാറി സിവിൽ ഡ്രസ്സിൽ പുറത്തേക്കിറങ്ങിയ അവൻ ജീപ്പിലേക്ക് കയറി. പെട്ടെന്നെന്തോ ഓർത്തിട്ട് ഒരു നിമിഷം ചിന്തയിലാണ്ടു. ശേഷം ഫോൺ എടുത്ത് പ്രമോദിന്റെ നമ്പർ ഒന്ന് പരതി. ഫോൺ നമ്പർ സേവ്ഡ് ആയിരുന്നു. അതോടെ കോൾ ചെയ്ത് ഫോൺ കാതോടി ചേർത്തു. പ്രമോദേ, ആ പയ്യനെ സംശയമുണ്ടെന്ന് പറഞ്ഞിട്ട് പെണ്ണിൻ്റെ പാരൻസിൻ്റെന്ന് ഒരു പരാതി എഴുതി വാങ്ങി സ്റ്റേഷനിലെത്തിക്കണം. അവനെ പൂട്ടുമ്പോൾ അതുണ്ടേലേ ബലം കിട്ടുള്ളൂ. ശരി. പ്രമോദിൻ്റെ മറുപടിയിൽ ഒരു പതർച്ചയുണ്ടായിരുന്നു. എന്നാൽ അത് ശ്രദ്ധിക്കുന്നതിന് മുന്നേ തന്നെ തൻ്റെ ഫോണിൻ്റെ ബാറ്ററി ചാർജ് തീർന്നത് സാദിഖ് മനസ്സിലാക്കി. പിന്നെ തിരിച്ചിറങ്ങാൻ നിന്നില്ല. കോൾ കട്ടാക്കി ഫോൺ പോക്കറ്റിലേക്കിട്ട് ജീപ്പ് സ്റ്റാർട്ട് ചെയ്ത് താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞു. താലൂക്ക് ഹോസ്പിറ്റലിൽ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ ചെറിയൊരു ജനക്കൂട്ടമുണ്ടായിരുന്നു. ആ വലിയ ബ്രേക്കിംഗ് ന്യൂസ് ലൈവായി തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു മാധ്യമപ്രവർത്തകർ. ഇപ്പോൾ കിട്ടിയ സന്തോഷകരമായ വാർത്ത. ഒരുപക്ഷെ കേരള പോലീസിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി ഒരു കുറ്റകൃത്യം കണ്ടെത്തി മണിക്കൂറുകൾക്കുള്ളിൽ പ്രതികളെ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ആരതി എന്ന പെൺകുട്ടിയെ പീഡനത്തിനിരയാക്കി കൊന്ന ശേഷം മറവ് ചെയ്ത പ്രതികൾ പോലീസ് പിടിയിലെന്നാണ് അറിയുന്നത്. ഇവിടെ ഈ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തതായും വിവരം ലഭിച്ചിട്ടുണ്ട്. സംഭവം നടന്ന ദിവസം സമീപഭാഗത്തെ കാടിനുള്ളിൽ അനധികൃതമായി വാറ്റുചാരായം നിർമ്മിച്ചുകൊണ്ടിരുന്ന സംഘമാണ് ഈ കുറ്റകൃത്യം നേരിൽ കണ്ട വിവരം ഇപ്പോൾ പോലീസിനെ അറിയിച്ചിട്ടുള്ളത്. വിശദമായി റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കെയാണ് അനീഷ് മോർച്ചറിയിൽ നിന്നും പുറത്തേക്ക് വന്നത്.
അതോടെ മാധ്യമപ്രവർത്തകർ അവനെ വളഞ്ഞു. സർ, ഒന്ന് വിശദീകരിക്കാമോ? എങ്ങനെയാണ് ഇത്രയും വേഗം പ്രതികളിലേക്ക് എത്തിയത്? ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചെങ്കിലും പറ്റിയില്ല അവന്. മറുപടി പറയാതെ അവർ വിടില്ലായിരുന്നു. നോക്കൂ, വിശദമായ വിവരങ്ങൾ നൽകാൻ DYSP ശങ്കർ സർ ഇവിടേക്ക് വരുന്നുണ്ട്. എങ്കിലും ചെറിയൊരു വിവരണം ഞാൻ തരാം. പ്രതികൾ നമുക്ക് പരിചിതർ തന്നെയാണ്. അന്നവർ ബോഡി മറവ് ചെയ്യുമ്പോൾ ആ ഭാഗത്ത് സമീപവാസികളിൽ ചിലർ ഈ വാറ്റുചാരായി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. പ്രതികൾ എന്താണ് അവിടെ മറവ് ചെയ്തത് എന്നിവർ വ്യക്തമായി കണ്ടില്ലെങ്കിലും ആ കൂട്ടത്തിൽ 2 പരിചിത മുഖങ്ങൾ അവർ കണ്ടു. സംശയം തോന്നിയതിനാൽ ആ മുഖങ്ങൾ അന്നേരം തന്നെ അവരിൽ ഒരാൾ ക്യാമറയിൽ പകർത്തുകയും ചെയ്തു. ഇന്നിപ്പോൾ ഈ മർഡർ വാർത്തയായപ്പോൾ ആ വീഡിയോ ഉൾപ്പെടെ അവർ പോലീസിന് വിവരം അറിയിച്ചു. ഇതാണുണ്ടായത്. അനീഷിന്റെ വിശദീകരണത്തിൽ മീഡിയ തൃപ്തിപ്പെട്ടു. സർ, അപ്പോൾ പ്രതികളെ അറസ്റ്റ് ചെയ്തോ? ആരാണ് പ്രതികൾ? ആ ചോദ്യം കേട്ട് ഒന്ന് പുഞ്ചിരിച്ചു അനീഷ്. ശേഷം അവൻ തിരിയവേ ആ 2 പേരെ കൈവിലങ്ങുകൾ അണിയിച്ച് പോലീസ് പുറത്തേക്ക് കൊണ്ടുവന്നു. ഒരു നിമിഷം അവരെ കണ്ട് എല്ലാവരും ഞെട്ടി. ഇതിവിടുത്തെ ഡോക്ടർ രതീഷ് അല്ലേ? കൂടെ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രമോദ്. ഇവരാണോ? അയ്യോ, പ്രമോദോ? മാധ്യമപ്രവർത്തകർ മാത്രമല്ല, ചുറ്റും കൂടി നിന്ന നാട്ടുകാരും നടുങ്ങി. അതെ, ഡോക്ടർ രതീഷ്, പഞ്ചായത്ത് പ്രസിഡന്റ് പ്രമോദ്. ഇനിയൊരു 3-മൻ കൂടിയുണ്ട്. ഉടനെ ആളെ കിട്ടും. അടുത്ത ഞെട്ടലായിരുന്നു ആ വാക്കുകൾ. ഇനിയും ആളുണ്ടോ? കേട്ടവർ മുഖാമുഖം നോക്കി. അനീഷ് അത്രയും പറയുമ്പോൾ CA സാദിഖിന്റെ ജീപ്പ് അവിടേക്കെത്തി. തൊട്ടു പിന്നാലെ തന്നെ DYSP ശങ്കറിന്റെ ഒഫീഷ്യൽ വാഹനവും 2 ആളെയും ഒരുമിച്ച് കണ്ടതോടെ അവന്റെ മുഖം വിടർന്നു. ഏവരും അവിടേക്ക് തിരിയുമ്പോൾ ശങ്കറിനൊപ്പം തന്നെ സാദിഖും നടന്നെടുത്തു. എന്നാൽ വിലങ്ങണിഞ്ഞു നിൽക്കുന്ന പ്രമോദിനെയും രതീഷിനെയും കണ്ട് നടുക്കത്തോടെ അവൻ അനീഷിന് നേരെ തിരിഞ്ഞു. അനീഷ്, എന്തായത്? ഇവരെന്താ ചെയ്തേ? ആ ചോദ്യം കേട്ട് മൗനമായി അനീഷ്. പതിയെ പതിയെ അവന്റെ ചുണ്ടിന്റെ കോണിൽ ഒരു പുഞ്ചിരി വിരിയവേ പതിയെ മുന്നിലേക്ക് കയറി ശങ്കർ. എന്താ സാദിഖ്, ഇത്രയും കണ്ടിട്ട് മനസ്സിലായില്ലേ തനിക്ക്? ആ ചോദ്യത്തോടൊപ്പം തന്നെ ശങ്കറിന്റെ മുഖം കുറുകുന്നത് ശ്രദ്ധിച്ചു അവൻ. എന്താ സാർ ഇങ്ങനൊരു നോട്ടം? വാട്ട് ഹാപ്പൻഡ്? ആ നിമിഷം മുതൽ സാദിഖ് പരുങ്ങുന്നുണ്ടായിരുന്നു. അത് മനസ്സിലാക്കി പതിയെ അവന്റെ ചുമലിൽ കൈവച്ചു ശങ്കർ. സാദിഖേ, അഭിനയിക്കേണ്ട. ബോഡി കുഴിച്ചിടുന്ന വീഡിയോ ഉണ്ട്. പിന്നെ ദൈവന്മാരെ കുറ്റം സമ്മതിക്കുകയും ചെയ്ത്. ഇനിയിപ്പോ നീ ആയിട്ട് കിടന്ന് ഉരുണ്ട് കളിക്കേണ്ട. ഇത്തവണ ശരിക്കുമൊന്ന് നടുങ്ങി അവൻ. അവൻ മാത്രമല്ല, അവിടെ കൂടിയ എല്ലാവരും ഒരുപോലെ നടുങ്ങി. 3-മൻ ഈ SI ആണോ? ആരൊക്കെയോ സംശയത്തോടെ ചോദിച്ചു. അതോടെ ചെറിയ രീതിയിൽ ബഹളമായി തുടങ്ങിയിരുന്നു അവിടെ. സാറേ, രാവിലത്തെ അഭിനയം കലക്കി. പക്ഷെ ഭാഗ്യം കൂടെയില്ല, അതാണ് സംഭവിച്ചത്. അനീഷ് പറയുന്നത് കേട്ട് നടുങ്ങിത്തരിച്ചു നിന്നുപോയി സാദിഖ്. പിടിക്കപ്പെട്ടുവെന്ന് പൂർണ്ണമായും മനസ്സിലായി അവന്. തല കുമ്പിട്ട് നിൽക്കുന്ന പ്രമോദിനെയും രതീഷിനെയും നോക്കവേ അവൻ്റെ ധൈര്യം ചോർന്നു തുടങ്ങി. പിന്നെ എതിർക്കാൻ നിന്നില്ല. നിയമം അറിയാവുന്നതുകൊണ്ട് തന്നെ എതിർത്തിട്ടും കാര്യമില്ല എന്നത് സാദിഖിന് വ്യക്തമായി അറിയാമായിരുന്നു. അന്നേരം മുതൽ മൗനമായ അവൻ പിന്നെ ഒന്നും മിണ്ടിയിട്ടില്ല. മൂവരെയും ജീപ്പിലേക്ക് കയറ്റി തിരികെ മാധ്യമപ്രവർത്തകർക്ക് മുന്നിലേക്ക് എത്തി ശങ്കർ. നിലവിൽ പ്രമോദിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ വെച്ചിട്ട് സംഭവിച്ചത് ചുരുക്കി പറയാം. ഇവർ 3 പേരും പ്രത്യക്ഷമായി അടുപ്പം കാണിക്കാറില്ലെങ്കിലും നല്ല സുഹൃത്തുക്കളാണ്. പഞ്ചായത്ത് പ്രസിഡന്റായ പ്രമോദും സാദിഖും പല തട്ടിപ്പുകളും ഒരുമിച്ച് ചെയ്തിട്ടുമുണ്ട്. ഈ മരണപ്പെട്ട പെൺകുട്ടിയെ മുന്നേ ഒരു കേസുമായി ബന്ധപ്പെട്ട് സാദിഖിന് പരിചയമുണ്ട്. ആ പരിചയം അയാളുടെ ബെഡ്റൂമിലേക്ക് എത്തിയിട്ടുമുണ്ട്. സംഭവം നടന്ന ദിവസം നാട്ടിലേക്ക് വന്ന പെൺകുട്ടി സാദിഖിനെ കണ്ടിരുന്നു. അന്ന് അയാൾക്കൊപ്പം മറ്റു 2 പേരും ഉണ്ടായിരുന്നു. അവർ മദ്യലഹരിയിലുമായിരുന്നു. പിന്നെ സംഭവിച്ചത് പ്രത്യേകിച്ച് പറയണ്ടല്ലോ. 3 പേർക്കൊപ്പം സഹകരിക്കാൻ ആ പെൺകുട്ടി വിസമ്മതിച്ചതാകാം റേപ്പിലേക്കും പിന്നീട് മർഡറിലേക്കും കാരണമായത്. അതൊക്കെ വിശദമായ ചോദ്യം ചെയ്യലിൽ അറിയാം. തൽക്കാലം ഇവരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു. ശങ്കർ പറഞ്ഞു നിർത്തുമ്പോൾ ഒക്കെയും അവിശ്വസനീയമായി കേട്ടുനിന്നു മാധ്യമപ്രവർത്തകരും നാട്ടുകാരും. രാവിലെ സംഭവ സ്ഥലത്ത് ഒന്നും അറിയാത്ത പോലെ നിന്ന പ്രമോദിന്റെയും സാദിഖിന്റെയും മുഖമായിരുന്നു എല്ലാവരും ഓർത്തത്. പോലീസ് ജീപ്പ് പ്രതികളുമായി അവിടെ നിന്നും തിരിക്കുമ്പോൾ മാധ്യമപ്രവർത്തകർ പിന്നാലെ തന്നെ കൂടി. നാട്ടുകാരും പതിയെ പിരിഞ്ഞു. ഒരു കുറ്റകൃത്യം വേഗത്തിൽ തെളിയിക്കപ്പെട്ടപ്പോൾ അതിന് കാരണക്കാരായവർ അഭിമാനിച്ചു. ഒപ്പം തന്നെ മറ്റൊരു കുരുക്കും അവരെ തേടിയെത്തി. കാരണം എന്തൊക്കെയായാലും വാറ്റുചാരായമുണ്ടാക്കിയത് കുറ്റകരം തന്നെയാണല്ലോ. പക്ഷെ ഇത്തവണ ജയിലിലേക്ക് പോകുമ്പോൾ തങ്ങൾക്കവിടെ ഒരു സ്വീകരണം എന്നൊരു പ്രതീക്ഷ അവർക്കുണ്ട്. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.